ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങളെ വർക്കായിട്ട് ഇറങ്ങി കേട്ടോ. രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു, നല്ല പുതച്ചും കൂടി കിടക്കാൻ പറ്റിയൊരു കാലാവസ്ഥയായിരുന്നു. പക്ഷേ നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ വർക്കിനിറങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റിലേക്കുള്ള നാളികേരം എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നാളികേരം ഇപ്പം പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്നൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നാട്ടിൽ വലിക്കുന്ന നാളികേരത്തിൽ 60% വിളവ് കുറഞ്ഞ നാളികേരമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വെച്ചാൽ നമുക്കിപ്പോൾ നാളികേരം എടുക്കുന്നില്ലേനു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരമുള്ള സ്ഥലത്ത് തന്നെ പോയിട്ട് ഞങ്ങൾ നാളികേരം എടുക്കാൻ പോയത് കേട്ടോ. അവിടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസം 4 മാസം കൂടുമ്പോഴൊക്കെയാണ് തേങ്ങ എടുക്കുള്ളൂ. അതുതന്നെ നല്ല വിളവുള്ള നാളികേരം തന്നെയാണ് അവർ വലിക്കുക. അപ്പോൾ അങ്ങനത്തെ നാളികേരം തരണേട്ടോ ഒന്ന് പോയത്. നമുക്ക് കാണാൻ പറ്റും, നല്ല നാളികേരമായിരുന്നു. ഞാനവിടെ പോയി. നല്ലൊരു വൈബുള്ള സ്ഥലമായിരുന്നു. ഒരു പഴയൊരു തറവാടാണ്, ഒരുപാട് ഏരിയ സ്ഥലമുണ്ട്. നാളികേരം കണ്ടില്ലേ, നല്ല നാളികേരമാണ്. അപ്പോൾ നമ്മൾ ആ നാളികേരമൊക്കെ സെറ്റാക്കി വണ്ടിയിൽ എടുത്തു. നല്ല നാളികേരം നോക്കി തിരഞ്ഞെടുത്ത് അതിൻ്റെ അകത്ത് നിന്ന് നേരെ പോയി കേട്ടോ. നമ്മളെ നാടാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പോൾ നാളികേരത്തിന് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ വില കൂടിയത് കാരണം ആളുകൾ നല്ല വിളവ് പറഞ്ഞ സാധനവും എല്ലാം ഇതിൻ്റെ അകത്ത് കയറ്റുന്നുണ്ട്. ഇത് നമ്മളെ ഇവിടുത്തെ ഊർക്കടവ് പാലാണ്. നമ്മളെ ഒരു ഷട്ടറുണ്ട്, പുഴയിൽ നിന്ന് കടലിൽ നിന്നുള്ള പൂവെള്ളത്തിന് തടയാൻ വേണ്ടിയിട്ടുള്ള ഷട്ടർ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ, കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ നാളികേരമൊക്കെ എടുത്ത് നേരെ വരികയാണ്. നല്ല മഴക്കാറുണ്ട്, നല്ല മഴ പെയ്യാനുള്ളൊരു ആംബിയൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ നാളികേരം നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചു. നമ്മുടെ വീടിനോട് ചേർന്നിട്ട് തന്നെ കേട്ടോ നമ്മുടെ ഇതിൻ്റെ കോക്കനട്ട് ഓയിലിൻ്റെ പ്ലാന്റ് ഉള്ളത് വീടിനോട് ചേർന്നിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് സാധനം അവിടെ ഇറക്കി അങ്ങനെ ഇന്നത്തെ പണികൾ ഏകദേശം സെറ്റ് ചെയ്തു. ഇന്ന് പിന്നെ വേറെ പണിക്കൊന്നും ഇറങ്ങിയില്ല. രാവിലെ തന്നെ കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നമ്മളെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടന്നു. പിന്നെ ചെറിയ ഓണൊക്കെ ആണല്ലോ, അപ്പോൾ കുറച്ച് സമയം വീട്ടുകാരെ കൂടെയൊക്കെ അങ്ങ് സ്പെൻഡ് ചെയ്തു. ഓക്കെ, താങ്ക് യു.